സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് പലരും ചോദിക്കുന്ന പ്രധാന സംശയമാണ്. കാരണം കുറെ വെള്ളത്തിലായി നമുക്ക് ഇപ്പോൾ ഈ കൊളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതൽ കിട്ടുന്നു. അപ്പോൾ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് 7.5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ വേണ്ടത്. പക്ഷെ അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഭൂമിയുടെ ചെരിവ്, മണ്ണിന്റെ പ്രത്യേകത, മണ്ണിന്റെ ഉള്ളിൽ ക്യാവിറ്റികൾ ഉത്ഭവിക്കുക, അങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ ഈ 7.5 മീറ്റർ ഒരു ആപ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ശരിയായ ദൂരം അല്ലാതായി വരും. അതായത് 7.5 മീറ്റർ ഉണ്ടെങ്കിലും ഭൂമിയുടെ പ്രത്യേകത അനുസരിച്ച് വെള്ളത്തിലേക്ക് ഈക്കോളൈ ബാക്ടീരിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈക്കോളൈ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വളരുന്ന ബാക്ടീരിയയാണ്. ഈക്കോളൈ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നമ്മുടെ വെള്ളവുമായിട്ട്, കിണർ വെള്ളവുമായിട്ട് അല്ലെങ്കിൽ ബോർവെല്ലിലെ വെള്ളമായിട്ട് കലർന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 7.5 മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് സെപ്റ്റിക് ടാങ്കിന്റെ ഓവർഫ്ലോയും കിണറും തമ്മിൽ വെക്കാണ് ഏറ്റവും ഉത്തമം. അത് 12 മീറ്ററിൽ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ടീരിയകളുടെ സാന്നിധ്യം നമ്മുടെ കിണറിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈക്കോളൈ ബാക്ടീരിയ എന്താണ്, എങ്ങനെ ഒഴിവാക്കുന്ന വീഡിയോ മുന്നിൽ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.